ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയാറ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിതിൽ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞങ്ങളിവിടെ മേടിച്ചിരിക്കുന്നത് ഫ്രോസൺ ചിക്കനാണ്. ഇതിന് നമ്മൾ ചെറിയ പീസുകളായിട്ട് മുറിച്ച് നമ്മുടെ ചിക്കൻ്റെ പരുവത്തിലാക്കി നമുക്ക് വേണ്ട പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ വെളുത്തുള്ളി, വേപ്പില, മുളക്, പച്ചമുളക്, നാരങ്ങ, കാശ്മീരി മുളക് പൊടി, ഉള്ളി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ്. പിന്നെ വേപ്പില, ഇതെല്ലാം കൂടി നമ്മൾ വെച്ചേക്കാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ. ഇത് നമുക്ക് ഇനി അവിടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാള, ഉപ്പ്, വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു. അത് നമ്മൾ മാഗ്നേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ നാരങ്ങ വട്ടം മുറിച്ച് ആഹാര നാരങ്ങ ഇതിൽ മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് രണ്ട് വേപ്പില അല്ലി നമ്മളിവിടെ മാറ്റി വെക്കുകയാണ്. ഒരു ഭംഗിക്ക് വേപ്പിലേൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. ഞങ്ങളിവിടെ അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയാണ് ഞാൻ വെക്കാൻ പറയുന്നത്. ഞങ്ങൾ 2 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് വേപ്പിലയിട്ട് നമ്മൾ ചൂടാക്കി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എടുത്തിടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണ തെറിച്ച് നമുക്ക് മേല് പൊള്ളും. അത് നമ്മുടെ മേല് നോവും. അപ്പോൾ നമ്മളിങ്ങനെ സാധനങ്ങൾ പതിയെ വെച്ച് കൊടുക്കണം. നമ്മളവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മണം നല്ല നമുക്ക് അടിയിൽ നിന്ന് മേടിക്കുന്ന ഒരു എഫക്റ്റാണ്. നല്ലൊരു മണം നമുക്ക് വരുന്നുണ്ട്. കാണുമ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്നൊരു എഫക്റ്റാണ് ഇപ്പോൾ വരുന്നത്. എനിക്കിതിപ്പോൾ ഏകദേശം മറിച്ചിട്ടും തിരിച്ചിട്ടും നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്തൊരു പരുവാവാറുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഡീപ്പായിട്ട് ഫ്രൈ ആക്കാം. നമ്മളിതിപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ ഈ ചിക്കൻ എണ്ണ കുടിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു എണ്ണ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലാത്തതുകൊണ്ടും കൊളസ്ട്രോളൊക്കെ എണ്ണ കുടിച്ച് നമുക്ക് വരുന്നുള്ളതുകൊണ്ടും നമ്മളിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് മാറ്റി വെച്ച് എയർ ഫ്രയറിലേക്ക് നമ്മളൊരു 10 മിനിറ്റോളം ചൂടാക്കും. ഈ 10 മിനിറ്റോളം ചൂടാക്കുമ്പോൾ എയർ ഫ്രയറിൽ ഹീറ്റ് വന്ന് ആ എണ്ണ നമുക്ക് ഊർന്ന് അതിന് താഴെ ഈ ചിക്കനിൽ നിന്നും താഴെ വീഴും. ഇതാണ് നമ്മൾ നോക്കി കുറയും എണ്ണ കാണാം. ഈ എണ്ണ നമ്മൾ പിന്നീട് കഴിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് ഊർന്ന് താഴെ വീണ എണ്ണ സെപ്പറേറ്റ് നമുക്ക് ചിക്കൻ സെപ്പറേറ്റ് മാക്സിമം കിട്ടും. എല്ലാം ഒന്നും പോവില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്, ഹെൽത്തിയാണ്. എന്നാലും നമ്മൾ ഹെൽത്തിയാണ്, ഫുൾ ഹെൽത്തിയാണെന്ന് പറയില്ല, എന്നാലും ബെറ്ററാണ്. നമ്മൾ ഇത് എയർ ഫ്രയറിലേക്കൊക്കെ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന ഇപ്പോൾ കഴിക്കുന്ന മുരുമുരുപ്പ് ഉണ്ടാവില്ലെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ട് കിട്ടും. എയർ ഫ്രയറിൽ വെക്കുന്ന ടൈം നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. 10 മിനിറ്റ് തുടങ്ങി എത്ര മിനിറ്റ് വേണമെങ്കിലും വെക്കാം. കൂടുതൽ വെക്കുന്നതോറും കൂടുതൽ മുരിഞ്ഞു പോകും. പിന്നെ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നിരിക്കും. അപ്പോൾ ഒരു പ്രിഫർ റേറ്റ് പറയുന്നത് ഒരു 10 മിനിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. റിയാറ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ റിവ്യൂസാണ് ഞങ്ങളെ ബെറ്റർ ആക്കുന്നത്. മറക്കരുത്, കമൻറ്റ് ചെയ്യണം. നമ്മളിനിപ്പോൾ എയർ ഫ്രയറിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എന്താ പറയുക, കഴിക്കാനായിട്ടൊരു എഫക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു സെർവ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാണ്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. പക്ഷേ നമ്മൾ ചൂടായതുകൊണ്ട് വായ പൊള്ളുന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിക്കാത്തത്. സീ യു സൂൺ. അപ്പോൾ